എല്ലാ ഒരുക്കങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും പൂർണ്ണമല്ലേ സുനിഷ? സുജയ, പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഏതായാലും പണ്ടാര അടുപ്പിലേക്ക് തീ പകരും. ഒപ്പം തന്നെ തലസ്ഥാന നഗരത്തിലേക്ക് ക്രമീകരിച്ചിട്ടുള്ള എല്ലാ പൊങ്കാല അടുപ്പിലേക്കും തീ പകരാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നതാണ്. കൃത്യം 10:15 തന്നെ പണ്ടാര അടുപ്പിലേക്ക് തീ പകരും. ആദ്യം ഈ ശ്രീകോവിലിൽ നിന്നും ഈ തിടപ്പള്ളിയിലേക്ക്, പിന്നീട് ഈ പണ്ടാര അടുപ്പിലേക്ക്, അങ്ങനെയാണ് ക്രമീകരണം. അതിനുശേഷം ഈ പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന് തൊട്ടുമുറ്റത്തായുള്ള പൊങ്കാല അടുപ്പുകളുണ്ട്. ഒപ്പം തന്നെ തലസ്ഥാന നഗരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ എല്ലായിടത്തും ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ പൊങ്കാല അടുപ്പുകളിലേക്കും തീ പകരും. അതോടുകൂടി തന്നെ ആറ്റുകാൽ അമ്മയ്ക്കുള്ള നിവേദ്യം തയ്യാറാക്കുന്ന തിരക്കിലേക്ക് ഭക്തർ മാറുമെന്നത് തന്നെയാണ്. നമ്മൾ നേരത്തെ ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ ഈ തിരളിയപ്പവും ഒപ്പം തന്നെ മണ്ടപ്പുറ്റും പൊങ്കാലയും ഒക്കെ തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തുന്ന കാഴ്ച കണ്ടതാണ്. ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ റമദാൻ മാസമാണ്. റമദാൻ മാസത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തി നിൽക്കുകയാണ്. എല്ലാ ആഘോഷങ്ങളും എല്ലാവരുടേതുമാണ്. അങ്ങനെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മന്ത്രി വി എൻ വാസവൻ, മന്ത്രി ജി ആർ അനിൽ, മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവർക്കൊപ്പം ശശി തരൂർ MP, ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവരെ നമ്മൾ ഒറ്റ ഫ്രെയിമിൽ കാണുന്ന ആ ഒരു ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആഘോഷങ്ങളും എല്ലാവരുടേതുമാണ്. എല്ലാവരിലും ഇരിക്കുന്നത് ഒരേ ഈശ്വരനാണ് എന്നൊരു സങ്കല്പം ആറ്റുകാലിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുനിഷ, തുടരാം. സുജയ പറഞ്ഞതുപോലെ തന്നെ നിരവധി ആളുകൾ ഏതായാലും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പണ്ടാരടുപ്പിന് തൊട്ട് അടുത്തായി സജ്ജീകരിച്ചിട്ടുള്ള ഇടത്ത് ശശി തരൂർ MP ഉണ്ട്, മന്ത്രിമാരുണ്ട്, വി എൻ വാസവൻ അടക്കമുള്ളവരുണ്ട്, മേയർ ആര്യ രാജേന്ദ്രനുണ്ട്, രാജീവ് ചന്ദ്രശേഖരനുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ, മന്ത്രി മുഹമ്മദ് റിയാസും അല്പസമയത്തിനകം ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പം മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇനി ഈ അടുപ്പിലേക്ക് തീ പകരാനുള്ള ഒരു സമയം മാത്രമാണ് വേണ്ടത്. ഇപ്പോൾ തന്നെ 9:52 കഴിഞ്ഞിരിക്കുകയാണ്. 10:15 കൂടി തന്നെ പണ്ടാര അടുപ്പിലേക്ക് തീ പകരും. പിന്നാലെ തന്നെ മറ്റ് ഇടങ്ങളിലേക്ക് കൂടി തീ പകരുന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരി ഒരു യാഗശാലയായി മാറാൻ ഇനി മിനിറ്റുകൾ മാത്രം മതി എന്നുള്ളതാണ്. നമ്മൾക്ക് ഇവരുടെ പ്രതികരണമടക്കം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് കടക്കാനുള്ള ചില ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടേക്ക് കടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, മന്ത്രിമാരെ അടക്കം നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും ഒന്നു ചേർന്ന് ഒരു ആഘോഷം അത് ഏറ്റവും മികച്ചതാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന ഐതിഹ്യങ്ങളിലൊന്ന്, കണ്ണകി ദേവി മധുരാദഹനത്തിന് ശേഷം കേരളത്തിലേക്ക് പ്രവേശിച്ചു. കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാലിൽ തങ്ങി എന്നുള്ളതാണ്. അപ്പോൾ പാണ്ഡ്യരാജാവിനെ വധിച്ച് മധുരാ നഗരം ചുട്ടരിച്ച് അത്രമേൽ ക്രോധത്തോടെ വരുന്ന ദേവിയെ സ്ത്രീകൾ പൊങ്കാലയിട്ട് സ്വീകരിച്ച് ശാന്തയാക്കി. അങ്ങനെയാണ് ദേവി അന്നപൂർണേശ്വരിയായി മാതൃഭാവത്തിലേക്ക് മാറിയത് എന്നതാണ്. ആ ഒരു ഓർമ്മയിലാണ് ആറ്റുകാൽ പൊങ്കാല ഇടുന്നത്. അതിൽ തോറ്റംപാട്ട്, അതുകൊണ്ട് തന്നെയാണ് തോറ്റംപാട്ട് പൂർത്തിയാക്കുന്നത്. അല്ലെങ്കിൽ തോറ്റംപാട്ടിൽ പാണ്ഡ്യരാജാവിൻ്റെ തല വെട്ടുന്നത് പാടുന്ന ആ മുഹൂർത്തത്തിലാണ്, ആ പാട്ടിലേക്ക്, ആ ഈരടികളിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, തൊട്ടിപ്പുറത്തുള്ള ഓലപ്പന്തലിൽ ഒരു ഭാഗത്ത് ദേവിയെ ഒരുക്കുന്നത് നമുക്ക് കാണാം. മറുഭാഗത്ത് പണ്ടാര അടുപ്പിന് തൊട്ടിപ്പുറത്തായുള്ള ഓലപ്പന്തലിൽ പാണ്ഡ്യരാജന്റെ തല വെട്ടുന്നത് ആശാനും ശിഷ്യന്മാരും ചേർന്ന് പാടുന്ന ആ ഒരു മുഹൂർത്തത്തിലാണ് ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുന്നത്. ആര്യ സുരേന്ദ്രനും നമുക്കൊപ്പമുണ്ട്. ആര്യ സുരേന്ദ്രൻ, തോറ്റംപാട്ടിന്റെ ഈരടികൾക്കൊപ്പം കൃത്യമായി ഈ കഥ എന്താണ് എന്നുള്ളത് ഞാനിപ്പോൾ പ്രേക്ഷകരോട് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ കാർത്തിക നക്ഷത്രത്തിൽ കാപ്പുകെട്ടി കുടിയിരുത്തിയ ദേവിയെ പൂരത്തിന് പൊങ്കാലയിട്ട് സ്ത്രീകൾ ശാന്തരാക്കുകയാണ്. ഒരു അമ്മയുടെ പരിവേഷത്തിലേക്ക്, മാതൃഭാവത്തിലേക്ക് ആറ്റുകാലമ്മ എത്തുകയാണ്. അതുകൊണ്ടാണ് ആറ്റുകാലമ്മ എന്ന് വിളിക്കുന്നത്. ക്രോധഭാവത്തിലായിരുന്ന ദേവി ശാന്തസ്വരൂപിണിയായി അന്നപൂർണേശ്വരിയായി മാറുന്നു എന്നതാണ് ആറ്റുകാൽ ഐതിഹ്യം തന്നെ പറയുന്നത്. അതിന്റെ സമഗ്ര കവറേജാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അനന്തപുരിയിൽ മുഴുവൻ ഇപ്പോൾ അടുപ്പുകൾ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു നഗരമാകെ പർണശാലയായി, യാഗശാലയായി മാറുന്ന ഒരു മുഹൂർത്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലാണ് ആര്യ ചുറ്റും. പക്ഷേ അതും കുടചൂടിയും തോർത്ത് തലയിലിട്ടുമൊക്കെ അമ്മമാർ കാത്തു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പുണ്യാഹം തളിക്കുന്നത് നമ്മൾ കണ്ടു. ഇനി അല്പസമയത്തിനകം തന്നെ അടുപ്പുകൂട്ടൽ ചടങ്ങിലേക്ക് കടക്കുകയല്ലേ ആര്യ?
തീർച്ചയായും സുജയ, നമ്മൾ ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. 10:15 തന്നെ കൃത്യം 9:45 കൂടി തന്നെ ഈ ശുദ്ധ പുണ്യാഹം തളിച്ചെങ്കിൽ 10:15 തന്നെ പണ്ടാര അടുപ്പിലേക്ക് തീ പകരും എന്ന് തന്നെയാണ്. അതിനുവേണ്ടി തന്നെയുള്ള ഒരുക്കങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. നമ്മൾ ഇന്നലെ മുതൽ കാണുന്ന ദൃശ്യമാണ്. ഒരേ മനസ്സോടുകൂടി ആറ്റുകാലമ്മയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ആറ്റുകാലമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഭക്ത സഹസ്രങ്ങളാണ് ഇന്നലെ രാത്രി മുതൽ നീണ്ട ക്യൂ ഉൾപ്പെടെ അതിന് ഉദാഹരണമായിരുന്നു. ഇപ്പോഴും വെയിലത്ത് ചൂടും മറ്റ് കാലാവസ്ഥയൊന്നും അവർക്ക് പ്രതികൂലമല്ല എന്നുള്ളത് തന്നെയാണ്. പൊടിയും മണ്ണും ചൂടും എല്ലാം സഹിച്ച് ആ അമ്മയെ കാണുക, ആ പൊങ്കാല അർപ്പിക്കുക. ഒരു വർഷം നീണ്ട കാത്തിരിപ്പ്, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ കണ്ണീരിനൊക്കെ അമ്മയിൽ അഭയം പ്രാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10:15 പണ്ടാര അടുപ്പിലേക്ക് മേൽശാന്തി തീ പകരുന്നതോടെ അതിന് തുടക്കം കുറിക്കും. അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് അവർ പൊങ്കാലയിലൂടെ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണാൻ കഴിയുമെന്നാണ് നിമിഷത്തിലേക്കാണ് ആര്യ നമ്മൾ എത്തുന്നത്. എല്ലാവരും തങ്ങളുടെ ദുഃഖങ്ങൾ അത് ആ അഗ്നി അടുപ്പിലേക്ക് പകരുമ്പോൾ ആ അഗ്നിക്കൊപ്പം എരിഞ്ഞില്ലാതാകുന്നത് അവരുടെ മനസ്സിലെ ആധികളാണ്, വ്യാധികളാണ്, രോഗങ്ങളടക്കം, രോഗശാന്തിക്കടക്കം അതിനായൊക്കെ പ്രാർത്ഥിക്കുന്ന നിരവധി പേരെ നമുക്ക് കാണാം. പ്രാർത്ഥനയും മരുന്നുകളും എല്ലാം ചേർന്നാണ് അവരൊക്കെ തങ്ങളുടെ വ്യാധികൾ മാറുന്നതായി കരുതുന്നത്. അപ്പോൾ രോഗങ്ങൾ ബാധിച്ചവരടക്കം അവിടേക്ക് എത്തുന്നത് നമ്മൾക്ക് കാണാം. അവർക്കെല്ലാവർക്കും മതിയായ മരുന്നുകളൊക്കെ കൃത്യമായി നിങ്ങൾ ഉറപ്പാക്കണമെന്ന് സർക്കാർ മുന്നറിയിപ്പുകൾ, മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. ജീവിതം എന്ന് പറയുന്നത് അത് സന്തോഷിക്കാനുള്ളതാണ്. സന്തോഷത്തിലേക്ക് എത്തുന്നതിനുള്ള ഒരു വഴിയായി വിശ്വാസികൾ സ്വീകരിച്ചിരിക്കുന്നതാണ് ഈ ആറ്റുകാൽ പൊങ്കാലയിലൂടെ നമ്മൾ കാണുന്നത്. ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിവിധ ദേശങ്ങളിൽ നിന്ന് അറിയാത്ത മനുഷ്യർ ഒന്നുചേർന്ന് ഒന്നായി മാറുന്ന, എല്ലാവരുടെയും മൺകലങ്ങളിൽ, മുന്നിലിരിക്കുന്ന മൺകലങ്ങളിൽ അമ്മയ്ക്കുള്ള നൈവേദ്യം ഒന്നായി ഒരേ സമയത്ത് തിളച്ചു പൊന്തുന്ന കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ എത്തുന്നത്. ഇപ്പോൾ ശുദ്ധ പുണ്യാഹത്തോടെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുകയാണ്. 10:15 അടുപ്പുവെട്ട്. കണ്ണകി ചരിതത്തിലെ പാണ്ഡ്യരാജാവിന്റെ വധം നടത്തുന്ന ഭാഗം തോറ്റംപാട്ടുകാർ പാടിയാൽ ഉടൻ തന്നെ തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകരും. ഇതേ ദീപമാണ് വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുന്നിലൊരുക്കിയ നമ്മളിപ്പോൾ കാണുന്ന പണ്ടാര അടുപ്പിലും പകരുക. ഇതേ സമയം തന്നെ ചെണ്ടമേളം മുഴങ്ങും. അവിടെ കരിമരുന്ന് പ്രയോഗം അതിന് അകമ്പടിയായി ഉണ്ടാകും. അതിനെല്ലാം സാക്ഷിയാകാനാണ് ഇവരെല്ലാവരും കാത്തു നിൽക്കുന്നത്. മന്ത്രിമാരെ അടക്കം നമുക്ക് കാണാം. മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, മന്ത്രി GR അനിൽ, മന്ത്രി VN വാസവൻ എന്നിവരടക്കം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനെയും ശശി തരൂർ MP-യെയും ഒപ്പം രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി മുതിർന്ന BJP നേതാക്കളെയും ഒക്കെ നമ്മളവിടെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്നത് ശ്രീകോവിലിലെ അഗ്നി പണ്ടാര അടുപ്പിലെ അഗ്നിയായി ജ്വലിക്കുന്നത്, അതിനുശേഷം അത് തലസ്ഥാനത്ത് കാത്തിരിക്കുന്ന ഭക്തലക്ഷങ്ങളുടെ മുന്നിലുള്ള അവർ തയ്യാറാക്കിയ ഈ അമ്മമാരുടെ അടുപ്പുകളിലേക്ക് ആ അഗ്നി എത്തുന്നത് കാത്താണ് എല്ലാവരും ഇരിക്കുന്നത്. പണ്ടാര അടുപ്പിൽ നിന്ന് പകരുന്ന ദീപമാണ് ഭക്തരുടെ ലക്ഷക്കണക്കിന് അടുപ്പുകളെ ജ്വലിപ്പിക്കാൻ പോകുന്നത്. അതിനായുള്ള കാത്തിരിപ്പിലാണ് അവർ അവിടെ ഇപ്പോഴും തുടരുന്നത്. എല്ലാം ഒരുക്കി അവർ കാത്തിരിക്കുകയാണ്. നോക്കൂ, എല്ലായിടങ്ങളിലും നിരനിരയായി ആ അടുപ്പുകൾ നിരന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നിവേദിക്കുന്നത് വരെ ഇതേ രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ അവർ കാത്തിരിക്കും.